അപ്പോൾ നമ്മളിന്ന് ഒരു രസം ഉണ്ടാക്കാൻ പോവാം കേട്ടോ. സിമ്പിളായിട്ടൊരു രസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. ഒപ്പം നമുക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ചതച്ചതാണ്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ചുമന്നുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. വാഴട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അല്പം 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ല മഴയാണ്, കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ചെറുജീരകം പൊടിച്ചതാണ് ഇത് അല്പം ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കാം. ഒപ്പം എടുത്തു വച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വാളംപുളിയാണ്, വാളംപുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് റെഡിയാവട്ടെ. നമ്മുടെ രസം ഞാൻ തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇട്ടിരുന്നു. അപ്പം നമ്മുടെ രസം ഒരു ഇതായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം, അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം അല്പം കായവും കൂടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. ഇന്ന് കർക്കിടകമല്ലേ, അപ്പോൾ ഞാനൊരു രസത്തിലാണ് കർക്കിടകം തുടങ്ങിയേക്കണത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ സൂപ്പർ രസം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ.